ഇപ്പോൾ നമ്മോടൊപ്പം ജിസ്യൂത്തിൻ്റെ മുൻ ഇൻ്റർനാഷണൽ കോർഡിനേറ്റർ റൈസ് ചേട്ടൻ നമ്മോടൊപ്പം ചേരുകയാണ്. റൈസ് ചേട്ടാ, കേൾക്കാമോ? എനിക്ക് കേൾക്കാം. സൗണ്ട് ക്ലിയർ ആണല്ലോ അല്ലേ? ക്ലിയർ ആണ്. റൈസ് ചേട്ടാ, ശരിക്കും ജിസ്യൂത്ത് മുന്നേറ്റത്തിന് ഒരു വലിയൊരു തിര നഷ്ടം തന്നെയല്ലേ? ജിസ്യൂത്തിന് ഒരു അപ്പനെ നഷ്ടപ്പെട്ട ഒരു വികാരം തന്നെയല്ലേ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ തങ്ങി നിൽക്കുന്നത്? തീർച്ചയായിട്ടും നമുക്ക് അത്തരത്തിലൊരു വലിയ നഷ്ടം തന്നെയാണ്. എങ്കിലും നമുക്കറിയാം, അച്ഛൻ അനേകം ആളുകളിലേക്ക് അച്ഛനെ പോലെ ആവാൻ ആർക്കും പറ്റില്ലെങ്കിലും അച്ഛന്റെ ആ ശൈലിയും പങ്കുവെക്കുന്ന രീതിയും ചേർത്ത് പിടിക്കുന്ന മനോഭാവം ഇതെല്ലാം അനേകരിലേക്ക് പകർന്നു കൊടുത്തിട്ടാണ് അച്ഛൻ പോയിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ അച്ഛന്റെ ജീവിതം അതിൽ തന്നെ അർത്ഥപൂർണമാണ്. അച്ഛൻ അത്രമാത്രം അത് നന്നായി ജീവിച്ചിട്ടാണ് പോയിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു സങ്കടത്തെക്കാൾ ഉപരി എനിക്ക് ഒരു അഭിമാനവും, അച്ഛനെ കുറിച്ചൊരു അഭിമാനവും തീർച്ചയായിട്ടും ഉള്ളിൽ ഒരു ആനന്ദവും ഒക്കെ ഉണ്ട്. അച്ഛന് രോഗബാധിതനായി, ക്യാൻസർ രോഗബാധിതനായി കുറെ നാളുകളായിട്ട് ശാരീരികമായ അസ്വസ്ഥതയിലാണ്. പക്ഷെ അവസാനത്തെ ഏതാനും ദിവസം, ഒരു 1-2 ദിവസങ്ങൾക്ക് മുമ്പ് വരെ അച്ഛൻ വളരെ കോൺഷ്യസ് ആയിട്ടാണ് എല്ലാം ചെയ്തിരുന്നത്. അപ്പൊ പോലും അച്ഛൻ ഒരു പ്രേക്ഷിത ചൈതന്യം നിലനിർത്തിയിരുന്നു. ഹി വാസ് എ വെരി പവർഫുൾ ഇവാഞ്ചലിസ്റ്റ്. കാരണം അച്ഛനെ എവിടെ വെച്ച് ആരുടെ അടുത്ത് പോയാലും അച്ഛൻ ഒരു വായിച്ച നല്ലൊരു ആർട്ടിക്കിൾ കോപ്പി എടുത്ത്, അല്ലെങ്കിൽ അങ്ങനെ ഈശോയെ എങ്ങനെയൊക്കെ കൊടുക്കാമെന്ന് വളരെ പവർഫുൾ ആയിട്ട് ചിന്തിച്ചിരുന്ന ഒരാളാണ് അച്ഛൻ. എനിക്ക് അച്ഛനെ 35-ലേറെ വർഷമായിട്ട് വ്യക്തിപരമായിട്ട് അച്ഛനും ഞാനും തമ്മിൽ അടുപ്പമുണ്ട്. ധാരാളം അച്ഛൻ എന്നെ ഒത്തിരി പ്രോത്സാഹിപ്പിക്കുകയും സഹായിക്കുകയും വ്യക്തിപരമായ ജീവിതത്തിൽ വളരെ നിർണായകമായ നിമിഷങ്ങളിലൊക്കെ സഹായിച്ചിട്ടുണ്ട്. അതിലുപരി ധാരാളം എന്നെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ചെയ്യുമ്പോഴൊക്കെ ഉള്ള എൻ്റെ ഒരു സന്തോഷം, അച്ഛൻ ഇങ്ങനെ ചേർത്തൊരു നുള്ളിപ്പറിയൊക്കെ തന്നിട്ടാണ്, നുള്ളിപ്പറിച്ചുകൊണ്ടാണ് അച്ഛൻ പലപ്പോഴും വഴക്ക് പറയാറ്. അങ്ങനെയൊക്കെ പറയുമ്പോൾ അച്ഛൻ അത് കഴിഞ്ഞ് അപ്പൊ തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പൈസ എടുത്ത് തരും, കഴിച്ചിട്ട് വരാൻ പറയും. അങ്ങനെ ഒരു വളരെ സ്നേഹത്തിന്റെ ഒരു തലവും അച്ഛൻ അത് ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരു തലമൊക്കെ ഉണ്ട്. ഞാൻ ഇതിനേക്കാളൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ ജീസസ് യൂത്ത് അതിന്റെയൊക്കെ ആദ്യ നാളുകളിൽ സഭയിലൊന്നും നമുക്ക് ഇത്ര സ്വീകാര്യതയോ ഒരു അല്ലെങ്കിൽ എത്ര പ്രോത്സാഹനമോ, ഇന്നിപ്പോ നമ്മള് വത്തിക്കാനിൽ നിന്ന് ഒരു പ്രൈവറ്റ് അസോസിയേഷൻ ആയിട്ട് കനോനിക്കലി അപ്രൂവ് ചെയ്യപ്പെട്ട, ഹോളിസി അപ്രൂവ് ചെയ്ത ഒരു മൂവ്മെന്റ് ആണ് നമ്മൾ 2016 നമുക്ക് അങ്ങനെ ഒരു അപ്രൂവൽ കിട്ടി. പക്ഷേ ഈ ആദ്യകാലത്തൊക്കെ കേരളത്തിൽ പോലും ഒരുപക്ഷെ എല്ലാവരും അങ്ങനെ ജീസസ് യൂത്തിനെ അത്ര കണ്ട് പ്രോത്സാഹിപ്പിക്കുകയോ സ്വീകരിക്കുകയോ ഒക്കെ ചെയ്യാതിരുന്ന കാലത്തും അച്ഛനെ പോലുള്ള ഒരാളുടെ സാന്നിധ്യവും അച്ഛൻ അതിന്റെ ഒരു മുഖമായി നിന്നിരുന്നത് അതിന് ഞങ്ങൾക്കൊക്കെ നൽകിയ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്, ഞങ്ങൾക്കൊക്കെ നൽകിയ വലിയൊരു സംരക്ഷണമുണ്ട്. ഞാൻ അപ്പൊ വിചാരിക്കുന്നത്, ഒരു അപ്പൻ എന്നുള്ളത് മാത്രമല്ല, ധാരാളം പേര് പറഞ്ഞു കഴിഞ്ഞു, അത് തീർച്ചയായിട്ടും വ്യക്തിപരമായി അങ്ങനെയാണ്. പക്ഷെ മൂവ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു അതോറിറ്റി ഫേസ് ആയിരുന്നു അച്ഛൻ. അപ്പൊ ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്കൊരു ഉത്തരവാദിത്തപ്പെട്ട ആളുണ്ട്, ഞങ്ങൾക്കൊരു അതോറിറ്റി ഉണ്ട്. അപ്പൊ പലപ്പോഴും ഈ രാവും പകലും ഇതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ചെറുപ്പക്കാരായിട്ടുള്ള അൽമായരായിട്ടുള്ള ആളുകൾക്ക് വീടുകളിൽ നിന്നൊക്കെ പോലും അവരിങ്ങനെ പോകുമ്പോൾ ജീസസ് യൂത്തോ, അവരൊരു പക്ഷെ സാധാരണ അന്നത്തെ അച്ഛന്മാരോടൊക്കെ പോലും അഭിപ്രായം ചോദിക്കുമ്പോൾ നല്ല അവരെ കുറിച്ച് വലിയ വ്യക്തതയോടെ പറയാൻ അവർക്കൊന്നും പറ്റാതെ വരുമ്പോഴും ഞങ്ങളുടെ കൂടെ ഒരു അച്ഛനുണ്ട്, ഫാദർ എബ്രഹാം പള്ളിവാതിക്കൽ, പള്ളിയച്ഛൻ എന്ന് പറഞ്ഞ അച്ഛനുണ്ടെന്ന് പറഞ്ഞ് പല മാതാപിതാക്കളെയും ഫോണിൽ വിളിച്ച് കൊടുക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ വീടുകളിലൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിരുന്ന ഒരു സ്വീകാര്യതയുണ്ട്. അല്ലെങ്കിൽ ഇത് ഒരു ഉറപ്പാണ്, ഇത് സഭയോട് ചേർന്നുള്ള ഒരു കാര്യമാണ് എന്നുള്ളതിന് ജീസസ് യൂത്തിന് ഏറ്റവും അധികം കേരളത്തിൽ ഒരു മുഖം കിട്ടിയിട്ടുള്ളത് അച്ഛനിലൂടെയാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒരു സഭയോട് ജീസസ് യൂത്തിനെ ചേർത്ത് നിർത്തുന്നതിൽ ഏറ്റവും സുപ്രധാന, അല്ലെങ്കിൽ സഭയിൽ തന്നെയുള്ള ജീസസ് യൂത്തിനെ സഭയുടെ തന്നെ കുഞ്ഞായി വളർത്തിയെടുക്കുന്നതിൽ ഏറ്റവും നിർണായക പങ്ക് വഹിച്ച ഒരാളാണ് അച്ഛൻ. തീർച്ചയായിട്ടും അച്ഛന്റെ ആ ഒരു ജസ്യൂട്ട് പരിശീലനത്തിലൂടെ കിട്ടിയ ഒരു ഇഗ്നേഷ്യൻ സ്പിരിച്വാലിറ്റി, കരിസ്മാറ്റിക് സ്പിരിച്വാലിറ്റിയോട് ചേർത്ത് ഞങ്ങളുടെയൊക്കെ ജീസസ് യൂത്തിന്റെ പരിശീലനങ്ങളിൽ ആ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരുന്നതിലൊക്കെ അച്ഛനുണ്ടായിരുന്ന ഒരു ജാഗ്രതയുണ്ട്. ഞങ്ങള് എമൗസ് പോലത്തുള്ള സ്ഥലങ്ങളിലൊക്കെ പോലും ഞങ്ങള് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകള് ഒരുമിച്ച് ഇങ്ങനെ വരുമ്പോൾ, ചെറുപ്പക്കാർ വരുന്ന സ്ഥലം നമുക്കറിയാം, പക്ഷെ അച്ഛൻ എപ്പോഴും പറയും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ടൈം വരെ ഒരു സൈലൻസ് കീപ്പ് ചെയ്യണം. എന്ത് മനോഹരമായ ഒരു കാഴ്ചപ്പാടാണ് ജീവിതത്തിന്റെ ആ ഒരു പ്രഭാതം നമ്മൾ നിശബ്ദതയോടെ ദൈവത്തോട് ചേർത്ത് പിടിക്കും. ഇതുപോലെ ഒത്തിരി ഉദാഹരണങ്ങൾ പറയാനുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, ജീസസ് യൂത്തിന് ധൈര്യവും കാവലും ഉറപ്പും ഒരു അതോറിറ്റേറ്റീവായിട്ട് നമുക്കൊരു സംരക്ഷണമുണ്ട് എന്ന് തോന്നുമാറ് മുന്നോട്ട് പോകാൻ സഹായിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളിൽ ഒരാളാണ് പള്ളിവാതിക്കൽ അച്ഛൻ. പിന്നീട് ഞങ്ങൾക്ക് അറിയാം, പിന്നീട് മുമ്പോട്ട് വരുമ്പോഴൊക്കെ പിന്നീട് പല പിതാക്കന്മാരും, ഒരുപക്ഷെ ഞങ്ങൾ എല്ലാവരും ഏറ്റവും സ്നേഹത്തോട് പറയുന്നതാണ് മരിച്ചുപോയ പ്രിയപ്പെട്ട ആർച്ച് ബിഷപ്പ് എബ്രഹാം വിരുദ്ധകുളങ്ങര പിതാവ്. ഇവർ രണ്ടുപേരും എബ്രഹാം ആയിരുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. കാരണം
അബ്രഹാം പള്ളിവാതിക്കൽ അച്ഛൻ ആയിരുന്ന എവിടെയും നമ്മുടെ ഒരു മുഖം. പിന്നീട് സഭയെ ഭാരതം മുഴുവൻ അതുപോലെ ആഗോളതലത്തിലും ഒക്കെ ആദ്യത്തെ എക്ലേഷ്യാസ്റ്റിക്കൽ അഡ്വൈസർ നാഷണലി ഇന്റർനാഷണലി ഒക്കെ ഈ ആർച്ച് ബിഷപ്പ് എബ്രഹാം ബിരുദകുലങ്ങര പിതാവായിരുന്നു. രണ്ടുപേരും സ്വർഗത്തിൽ കണ്ടുമുട്ടും. അവർ രണ്ടുപേരും ഞങ്ങൾക്ക് ഞങ്ങളുടെ മറ്റുള്ള ആളുകളോടൊപ്പം ചേർന്നുകൊണ്ട് സ്വർഗീയ മധ്യസ്ഥരായി ഞങ്ങളോടൊപ്പം ഉണ്ടാകും തന്നെ വിശ്വസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. വളരെ നന്ദി റോയ് ചേട്ടാ. വളരെ വികാരനിർഭരമായിട്ടുള്ള വാക്കുകളിലൂടെ അബ്രഹാം അച്ഛനെ സ്മരിച്ചതിന് ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ ജീസസ് യൂത്ത് മുന്നേറ്റത്തിന് അച്ഛൻ തീർച്ചയായിട്ടും ഒരു കരുതലായിരുന്നു, കാവലായിരുന്നു, ഒരു ധൈര്യം പകരുന്ന ഒരു വ്യക്തിത്വം തന്നെയായിരുന്നു എന്നതിൽ യാതൊരു തർക്കവുമില്ല. അച്ഛൻ്റെ പാവന സ്മരണകൾക്ക് മുന്നിൽ ശിരസ് നമിക്കുകയാണ്.